എന്റെ കർത്താവേ. അളിയോ ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ. എങ്ങനെ പോവാനാ ചവരു? കല്യാണത്തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്. അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചു. വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി. നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ വേലക്കാരത്തേക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നു. നല്ല സദ്യ ഉണ്ടായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? എന്റെ പെങ്ങള് ബുദ്ധിമതിയായതുകൊണ്ട് മേരിക്കുട്ടിയോട് ചെന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി. അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പേരെ അങ്ങ് കെട്ടി. അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയില്ല, എല്ലാ അളിയന്റെ കുറ്റം തന്നെയാ. നീ ഇതെങ്ങോട്ടാ പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു പോയാ ബെൻസി കയറാൻ പറ്റിയൊരു സാധനം. എന്റെ അളിയ പണ്ടം കണ്ടോ നടന്ന കാര്യം പറഞ്ഞോണ്ട് അളിയൻ ഇങ്ങനെ മേരിക്കുട്ടിയെ കണ്ടതാ കുഴപ്പം. പെട്ടെന്ന് ഭ്രാന്തളകും. എത്രയോ നിന്റെ അച്ഛനടാ. ഞാനെന്താണ് കുട്ടികളുടെ ചണ്ടയാ പറഞ്ഞവന് പോണവനൊക്കെ അടിക്കാൻ.